മാലിന്യമുക്ത നവകേരളം കൈവരിക്കണമെങ്കിൽ ഖരമാലിന്യ സംസ്കരണത്തിൽ മാത്രം പുരോഗതി ഉണ്ടായാൽ പോരാ, മറിച്ച് ദ്രവ്യമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിലും പുരോഗതി വേണമെന്നും ജനങ്ങളെ അണിനിരത്തി ജനകീയ പങ്കാളിത്തത്തോടെ ലക്ഷ്യം കൈവരിക്കുമെന്നും മന്ത്രി എം.പി. രാജേഷ്. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളെ ആകെ അണിനിരത്തി ജനപങ്കാളിത്തത്തോടെ വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹരിത കേരള മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അത് നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ്. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഖരമാലിന്യ സംസ്കരണത്തിൽ മാത്രം നമുക്ക് പുരോഗതി ഉണ്ടായാൽ പോരാ, ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിലും കൂടി നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയണം. പാലക്കാട് ജില്ലയിലെ തൃത്താല ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കണ്ണന്നൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിനിന്റെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. കേരളത്തെ മാതൃകപരമാംവിധം ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റജീന അധ്യക്ഷത വഹിച്ചു. MGNREGS മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ IAS, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി. സെയ്തലവി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സാരഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.